പ്രിന്റു, ഇതിനിടയ്ക്ക് സി പി ജോൺ നേരത്തെ സൂചിപ്പിച്ചൊരു ഇരട്ടത്താപ്പുണ്ട്. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം എന്ന നിലയിൽ കൂടി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഞാനൊരു കണക്ക് പറയാം. നേരത്തെ സി പി ജോൺ പറഞ്ഞ ചോദ്യമാണ്, സെൻസസിനെ കുറിച്ച് എവിടെയാണ് ചർച്ച നടക്കുന്നത്? ഈ ബഡ്ജറ്റിൽ എത്രയാണ് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് സെൻസസിനായി? 575 കോടി രൂപയാണ്. നിങ്ങൾ 2019 ബഡ്ജറ്റിൽ 8,254 കോടി രൂപ മാറ്റിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ 2025 ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 575 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെൻസസ് നടത്താൻ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അല്ല, ഒന്ന് കോവിഡാനന്തര പ്രശ്നങ്ങൾ, രണ്ട് നമുക്ക് മുമ്പിൽ വന്ന പാർലമെൻറ്റ് ഇലക്ഷൻ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സെൻസസ് നീണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. 2026 സെൻസസ് പൂർത്തീകരിക്കും, അത് ഈ ജാതി സെൻസസ് അടക്കം പൂർത്തീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. കാരണം ഇച്ഛാശക്തിയുള്ള ഭരണകൂടമാണ് കേന്ദ്രം ഭരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുക, അതാണ്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ജാതി സെൻസസ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഇവിടുത്തെ അർബൻ നക്സലുകളുടെയും. ഇപ്പോൾ നോക്കൂ, 2011 ജാതി സാമൂഹിക സാമ്പത്തിക സർവേ മൻമോഹൻ സിംഗ് സർക്കാർ നടത്തിയിരുന്നു. ഈ സാമ്പത്തിക സർവേയാണെന്ന് നടത്തിയത്, മുഴുവൻ ജനങ്ങളെയും സർവേ റിപ്പോർട്ടിരുന്നു. എന്താ ഈ സർവേ റിപ്പോർട്ട് ഇതുവരെ ഇവർ പുറത്തു പറയാഞ്ഞത്? മൻമോഹൻ സിംഗ് അതിനുശേഷം തുടർഭരണം ഉണ്ടായല്ലോ, ഈ സർവേ പുറത്തു തന്നില്ല. അപ്പൊ അതിനർത്ഥം ഈ രാജ്യത്ത് BJPക്ക് അനുകൂലമായി നിൽക്കുന്ന സംഘടിതമായിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്കിനെ തകർക്കാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമം, ആ ശ്രമത്തിന്റെ 2014 അധികാരത്തിൽ വന്ന മോദി സർക്കാരിന് പുറത്തുവിടാമായിരുന്നില്ലേ? എന്തേ മോദി സർക്കാർ പുറത്തുവിട്ടില്ല? അല്ല, ഞാൻ ശ്രദ്ധിക്കട്ടെ, അതിനകത്ത് അവർ നടത്തിയ മാനദണ്ഡങ്ങളെക്കുറിച്ച് അന്ന് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അവർ നടത്തിയത് അന്ന് ഈ സ്വത്ത് വിതരണവുമായി ബന്ധപ്പെട്ടൊക്കെ അന്ന് അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ സ്വത്തിൻ്റെ വിതരണാവകാശികളായിട്ട് അവർക്കത് പിടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വലിയ വിവാദമായ പ്രസംഗമൊക്കെ വന്നറിയാമല്ലോ. അപ്പോൾ അവർ നടത്തിയിട്ടുള്ള യാതൊരു ശാസ്ത്രീയമില്ലാത്ത ഒരു സർവേ പുറത്തുവിടാനുള്ള ഏജൻസി അല്ലല്ലോ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ജാതി സെൻസസ് ഇവിടെ നടക്കുമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറയാൻ കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ നീതിയുടെ വിതരണം സുതാര്യമാകണമെങ്കിൽ അത് ഡെമോക്രസി ആയിക്കോട്ടെ, ബ്യൂറോക്രസി ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, ഇവിടെ തുല്യമായിട്ടുള്ള നീതി എല്ലാ ജനതയ്ക്കും കിട്ടണം. അത് സ്വാഭാവികമായിട്ട് ഇവിടെ കിട്ടാറില്ല. അതൊരു ഫാക്ട് കൃത്യമാണ്. അതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ജനാധിപത്യത്തിന്റെ നീതി ഉറപ്പുവരുത്താൻ BJP ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് BJP വിജയിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് തുടക്കത്തിൽ സൂചിപ്പിച്ച കണക്കുകൾ. അതിനപ്പുറത്തേക്ക് ഇപ്പൊ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നോക്കൂ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 12.1%. ഇപ്പോഴും അവർക്ക് സംവരണത്തിന്റെ അടിസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ള ഈ ടോട്ടലുള്ള ഇവിടുത്തെ എംപ്ലോയ്മെന്റിന്റെ കണക്ക്, ഗവൺമെന്റ് സെക്ടറിനകത്തുള്ള മാത്രമുള്ള ഗവൺമെന്റിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 13.25%. അപ്പം നമ്മുടെ ഗവൺമെന്റ് സെക്ടറിനെ മാത്രം എടുത്തുകൊണ്ട് നോക്കുന്ന സമയത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യം കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ സെക്ടർ OBC സെക്ടർ, പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിന്റെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള ആനുകൂല്യം ഈ കേരളത്തിൽ കിട്ടിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, EMSന്റെ മന്ത്രിസഭ വന്ന സമയത്ത് ഈഴവ സമുദായത്തിന് സംവരണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഈഴവ സമുദായത്തിന്റെ സംവരണം പോലും മുസ്ലിം സമുദായത്തിലേക്ക് എടുത്തു കൊടുക്കുന്ന സാഹചര്യമാണ് പിന്നീട് കേരളത്തിൽ കാണുന്നത്. അപ്പോൾ നോക്ക്, അങ്ങനെയുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാരം എന്ന രീതിയിൽ ജാതി സെൻസസ് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത്. തെറ്റുകൾ പറയരുത്. വസ്തുതാപരമായ തെറ്റുകൾ പറഞ്ഞാൽ അത് അതിനിടപെടാതിരിക്കാൻ പറ്റില്ല. അല്ല, തെറ്റ് പറയൂ, അങ്ങ് പറയൂ. ഞാൻ പറഞ്ഞ ഏതിനകത്താണ് പല കാര്യങ്ങൾ സൂചിപ്പിക്കൂ. ഇവിടെ ഉണ്ടായിട്ടുള്ള സംവരണ തത്വങ്ങൾ രൂപീകരിക്കപ്പെട്ടത് അച്യുതാമേനോൻ ഗവൺമെന്റിന്റെ കാലത്താണ്. ആ കാലത്തുണ്ടായിരുന്ന സംവരണ തത്വങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ആകെ ജനസംഖ്യയുടെ പകുതിയാണ് സംവരണത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. ഓരോ സമുദായത്തിനും 50% എന്നത് ജനറൽ കാറ്റഗറിയാണ്. ആ ജനറൽ കാറ്റഗറിയിൽ നിന്ന് 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സോക്കോൾഡ് സവർണ വിഭാഗങ്ങൾക്ക് 10% മാറ്റിവെക്കുകയാണ് EWS എന്നതിൽ കൂടി കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്. അതിനെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പിന്താങ്ങി. അത് ലീഗ് മാത്രമാണ് അതിനെ എതിർത്തത്. താങ്കൾ പറഞ്ഞതുപോലെ ഈഴവർക്ക് മാറ്റിവെച്ചതിൽ നിന്നും മുസ്ലിം സമുദായം എടുത്തുവെന്ന് വസ്തുതാപരമായി തെറ്റാണ്. കേരളത്തിന്റെ PSC റിക്രൂട്ട്മെന്റിൽ അത് തിരുത്തണം. അത് തിരുത്തി പറയാം. അങ്ങ് പറയാം. അത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എന്നെ ഒന്ന് പോകാൻ അനുവദിച്ചാൽ പറയട്ടെ. Debate with Dr. Arun Kumar.